ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ദുആ സ്വീകരിക്കപ്പെടാത്തത്, അല്ലെങ്കിൽ എത്ര ദുആ ചെയ്താലും എൻ്റെ ലൈഫിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്ന്. നിങ്ങൾ ഓർക്കേണ്ടത്, അള്ളാഹു ഒരു ദുആയും തള്ളിക്കളയുന്നില്ല. വൈകാരികമായ മനസ്സോടെ പറഞ്ഞ ഓരോ വാക്കുകളും, നീ കരഞ്ഞു പറഞ്ഞ ഓരോ ഹൃദയത്തിലെ വേദനകളും അവൻ കേൾക്കാത്തതല്ല. പക്ഷേ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അത് വൈകുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദുആ വൈകുന്നതിന് പിന്നിലുള്ള അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന കാരണത്തെ മനസ്സിലാക്കാനാണ്. നമ്പർ 1, വൈകുന്നത് ഒരിക്കലും ഒഴിവാക്കലല്ല. അള്ളാഹു ഇല്ല എന്ന് പറയുന്നില്ല. അവൻ പറയുന്നത് ഇപ്പോഴല്ല, നല്ല സമയത്ത് ഞാൻ നിനക്ക് നൽകുമെന്നാണ്. കാരണം ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ ആ ഒരു ദുആയുടെ ഫലത്തിന് തയ്യാറായതായിരിക്കില്ല. ചിലപ്പോൾ അത് കിട്ടിയാൽ നിനക്ക് നാശമായിരിക്കും സംഭവിക്കുന്നത്. അതുമല്ലെങ്കിൽ നിനക്ക് കിട്ടേണ്ട റിയൽ ബ്ലെസ്സിങ് അതായിരിക്കില്ല. ചില സമയങ്ങളിൽ ഡിലേ അല്ലെങ്കിൽ വൈകുക എന്നത് പ്രൊട്ടക്ഷൻ ആകാം. നമ്പർ 2, മേ ബി അള്ളാഹുവിന് നീ കൂടുതൽ അവനോട് അടുക്കാൻ വേണ്ടി ആഗ്രഹമുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ദുആയ്ക്ക് ഉടനെ ഉത്തരം നൽകിയാൽ നമ്മൾ ചെയ്യുന്ന ദുആയും ഇബാദത്തും നമസ്കാരങ്ങളും കുറയും. എന്നാൽ അള്ളാഹു നിന്നെ നിരന്തരം കാണാൻ ആഗ്രഹിക്കുന്നു. അവനറിയാം, എൻ്റെ ദാസൻ എനിക്ക് വേണ്ടി കരയും, എൻ്റെ അടുത്തിരിക്കും, ഞാൻ ഒരിക്കലും അവനെ വിട്ടു പോകില്ല എന്ന്. ചിലപ്പോൾ ദുആയുടെ ഡിലേ എന്നത് അത് നിന്നെ അള്ളാഹുവിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു സ്നേഹമായിരിക്കാം. നമ്പർ 3, മേ ബി അള്ളാഹു നിനക്ക് കൂടുതൽ ബെറ്ററായത് ഒരുക്കി വെക്കുന്നുണ്ടാകാം. നീ ചോദിക്കുന്നത് ചിലപ്പോൾ ചെറിയ ഒരു കാര്യമാകാം, എന്നാൽ അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്നത് അതിനേക്കാൾ വലിയതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നീ ചോദിക്കുന്നത് വെറുമൊരു ജോലിയായിരിക്കാം, എന്നാൽ അവൻ നിനക്ക് നൽകാൻ ഉദ്ദേശിച്ചിരുന്നത് ബറക്കത്തുള്ള ഒരു കരിയർ ആയിരിക്കും. തീർച്ചയായും അവൻ്റെ പ്ലാനിംഗ് ആണ് ഏറ്റവും പെർഫെക്റ്റ് പ്ലാൻ. നമ്പർ 4, നിങ്ങളുടെ ദുആ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ അതൊരു പെർഫെക്റ്റ് മൊമെൻറ്റിന് അല്ലെങ്കിൽ കൃത്യമായ സമയത്തിന് വേണ്ടി കാത്തു സൂക്ഷിച്ചതാകാം. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഒരു ദുആയും നഷ്ടമാകില്ല എന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് ഉടനെ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്കത് കിട്ടും. അതുമല്ലെങ്കിൽ നാളെ ആഖിറത്തിലേക്ക് അതൊരു വലിയ പ്രതിഫലമായി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കും. അതിനാൽ നീ ചെയ്യുന്ന ദുആ അതൊന്നും നഷ്ടമല്ല. നമ്പർ 5, ചിലപ്പോൾ അള്ളാഹു ദുആ വൈകിപ്പിക്കുന്നത് നിന്റെ ക്ഷമയെ പരീക്ഷിക്കുന്നതാകാം. ഒരാളുടെ ഈമാൻ ഏറ്റവും വളരുന്നത് അവൻ ചെയ്യുന്ന ദുആയിലൂടെയാണ്. അള്ളാഹു പറയുന്നു, എൻ്റെ ദാസ, ഞാൻ നിന്നെ പരീക്ഷിക്കുന്നു, നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. ഈ ഒരു പരീക്ഷണത്തിലൂടെ ഹൃദയം ശക്തമാകും, ദുആയുടെ മൂല്യം മനസ്സിലാകും, വിശ്വാസം വളരും. തീർച്ചയായും ക്ഷമ എന്നത് നമ്മുടെ സ്പിരിച്വൽ അപ്ഗ്രേഡാണ്. നമ്പർ 6, നിന്റെ ദുആയുടെ റിസൾട്ട് ചിലപ്പോൾ ആ ഒരു സമയത്തേക്കായിരിക്കില്ല കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ നിനക്കത് റോങ് ടൈമിൽ ലഭിക്കുകയാണെങ്കിൽ അത് നിന്റെ നാശത്തിലേക്കായിരിക്കും പോകുക. ടൈമിംഗ് എന്നത് ഒരിക്കലും നമ്മൾ സെറ്റ് ചെയ്യുന്നതല്ല. അള്ളാഹുവാണ് പെർഫെക്റ്റ് ടൈമിംഗ് എക്സ്പേർട്ട്. റോങ് ടൈമിൽ ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് അത് പലപ്പോഴും നമ്മെ നാശത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക. നമ്പർ 7, അള്ളാഹു നിങ്ങളുടെ ദുആയുടെ ഉത്തരം വൈകിപ്പിക്കുന്നതിൻ്റെ കാരണം നിനക്കറിയാത്ത പല കാര്യങ്ങളും അള്ളാഹുവിന് അറിയാമെന്നതിലാണ്. നമ്മൾ പലരും വിചാരിക്കും, ഈ ഒരു ദുആയ്ക്ക് ഉത്തരം കിട്ടിയാൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആകുമെന്ന്. നീ കാണാത്ത പല കാര്യങ്ങളും അള്ളാഹു കാണുന്നു. നിനക്ക് ചുറ്റുമുള്ള അപകടങ്ങൾ, ടോക്സിക് ആൾക്കാർ, ഹിഡൻ ട്രാപ്സ്, അതുപോലെ ഫ്യൂച്ചറിൽ നിനക്കുണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം അവൻ കാണുകയും അറിയുകയും ചെയ്യുന്നു. അവൻ വൈകിപ്പിക്കുന്നത് നമുക്കുള്ള സംരക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്പർ 8, നിങ്ങളുടെ ഹൃദയം അതിനുവേണ്ടി തയ്യാറാക്കിയെടുക്കുന്നതായിരിക്കാം. അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം നേടാൻ അല്ലെങ്കിൽ അത് കരസ്ഥമാക്കാൻ നിങ്ങളുടെ ഹൃദയം സോഫ്റ്റ് ആയിരിക്കണം. ഈഗോ കുറയ്ക്കണം, തവക്കുൽ വളർത്തണം. ഡിലേ പീരീഡ് എന്നത് ഇന്നർ ഹീലിംഗ് ടൈമായിരിക്കും. ഫ്രണ്ട്സ്, നീ കരഞ്ഞുകൊണ്ട് ചെയ്ത ആ ഒരു ദുആ അതൊരിക്കലും അള്ളാഹുവിന് മുന്നിൽ നഷ്ടപ്പെട്ടിട്ടില്ല. നീ കാണാത്ത സ്ഥലങ്ങളിൽ നിനക്ക് വേണ്ടി അവൻ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു. നീ കരഞ്ഞ രാത്രി, നിന്നെ അലട്ടിയ വേദനകൾ, നിന്റെ മുറിവേറ്റ ഹൃദയം, നീ പറഞ്ഞ യാ റബ്ബ്, ഒന്നും നഷ്ടമല്ല.
ദുആയെ ഒരിക്കലും ഒഴിവാക്കരുത്. ദുആ എന്നത് ഒരിക്കലും നിർത്തരുത്. ടൈം പെർഫെക്റ്റ് ആകുമ്പോൾ അള്ളാഹു തന്നെ അവൻ്റെ രീതിയിൽ നിന്റെ ഹൃദയം നിറയ്ക്കും. അവൻ ഒരിക്കലും തള്ളിക്കളയില്ല, മറക്കില്ല, നിന്നെ തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോകില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.